ഒന്ന് വീരപ്പൻ സഫാരി പോയാലോ? വിനോദസഞ്ചാരികൾക്കായി സത്യമംഗലം വഴിയിലൂടെയുള്ള ഒരു സഫാരി കർണാടക വനംവകുപ്പ് ഒരുക്കിയിരിക്കുകയാണ്. കുപ്രസിദ്ധ ചന്ദനക്കടത്തുകാരനായ വീരപ്പന്റെ വിയോഗത്തിന് 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം തമിഴ്നാട് കർണാടക അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഹൊഗനക്കൽ വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് പുതിയ സഫാരി ആരംഭിക്കുന്നത്. ഈ മേഖലയിലെ വനങ്ങളുടെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. വീരപ്പന്റെ ജന്മനാടായ ഗോപിനാഥത്തിലെ സഫാരിയുടെ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അതുല്യമായ ബ്രിഗാൻ ടൂറിസം എന്ന പേരിൽ പുതിയ സഫാരി 22 കിലോമീറ്റർ ഇടതൂർന്ന വനത്തിൽ വ്യാപിക്കും. ആനകൾ, സമ്പാർ മാനുകൾ, കരടികൾ എന്നിവയുൾപ്പെടെ സമൃദ്ധമായ വന്യജീവികളുടെ ആവാസ കേന്ദ്രമായ കാവേരി വന്യജീവി സാങ്കേതത്തിനുള്ളിലെ വീരപ്പന്റെ മുൻ ഒളിത്താവളങ്ങളെയാണ് ഈ റൂട്ട് എടുത്തു കാണിക്കുന്നത്. പ്രകൃതി രമണീയമായ റിവർ ബോട്ടിംഗ് അനുഭവങ്ങൾക്കും പരമ്പരാഗത മത്സ്യ വിഭവങ്ങൾക്കും പേരുകേട്ട ഹൊഗനക്കലിന്റെ പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം എന്ന പദവി കണക്കിലെടുത്താണ് വന്യജീവി സാങ്കേതത്തിലെ അധികാരികൾ സഫാരിക്ക് അനുയോജ്യമായ ഒരു തുടക്കം കുറിച്ചിരുന്നത്. ഇത് 2 സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്നുമുണ്ട്. ദിവസവും രാവിലെയും വൈകുന്നേരവും 2 സഫാരി ട്രിപ്പുകളാണ് വനംവകുപ്പ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഓരോ വാഹനത്തിലും 25 പേർക്ക് യാത്ര ചെയ്യാം. വനത്തിലേക്ക് ആഴത്തിലിറങ്ങാൻ രൂപകൽപ്പന ചെയ്ത പുതിയ സഫാരി വാഹനങ്ങൾ ഇതിനകം ഓർഡർ ചെയ്തിട്ടുമുണ്ട്. വിനോദസഞ്ചാരികളുടെ വർദ്ധിച്ചു വരുന്ന വരവ് കണക്കിലെടുത്താണ് ഗോപിനാഥത്ത് താമസത്തിനായി ടെന്റ് കോട്ടേജുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട്. അതേസമയം പ്രാദേശിക ഗ്രാമീണർ സന്ദർശകർക്ക് ഹോം സ്റ്റേകളും വാടകയ്ക്കും മുറികളും വാഗ്ദാനം ചെയ്യാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഇതിലൂടെ ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉയർത്തുവാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും വനവകുപ്പ് ഉദ്യോഗസ്ഥർ ലക്ഷ്യമിടുന്നുമുണ്ട്.